ഹായ് ഗൈസ്, വെൽക്കം ടു ദി വീഡിയോ. ഈ മലയും കയറി എങ്ങോട്ടേക്ക് പോകാമെന്നല്ലേ? ഇതെൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പരിപാടിയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ പരിപാടി. ശരിക്കും പറഞ്ഞാൽ 2 വർഷം കൊണ്ട് ഇതിനൊന്നും ഞാൻ തിരിഞ്ഞേ നോക്കാറില്ല. അപ്പോൾ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വീട്ടിൽ അമ്മയും പപ്പയും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ കുറേ ദിവസം കൊണ്ട് പറയുക വൃത്തിയാക്കണമെന്ന്. പക്ഷേ സർപ്രൈസ് കിട്ടിയത് എനിക്കായിപ്പോയി. വീട്ടിൽ പോയപ്പോൾ താക്കോലില്ല, പിന്നെ എങ്ങനെ മോട്ടർ ഇടും, ഇതിലെങ്ങനെ വെള്ളം നിറയ്ക്കും, പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പുറത്തെ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു. ചേച്ചിയാണെങ്കിൽ റിലേറ്റീവായിട്ട് വരും. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഓസ് കണക്ട് ചെയ്താണ് പിന്നെ ഇവിടെ വെള്ളമൊക്കെ നിറച്ചത്. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി വാട്ടർ ലില്ലീസ് ഉണ്ടായിരുന്നു. നേരെ ഒന്നും കെയർ ചെയ്യാതെ പോയതാണ്. നമ്മൾ വാട്ടർ ലില്ലി വളർത്തുമ്പോൾ നമുക്കാണെങ്കിൽ ഒത്തിരി ഇലയുടെ ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് 1, 2, 3 അത്ര ഇലയൊക്കെ മതി. ഒരുപാട് ഇലകളൊന്നും അങ്ങനെ ഞാൻ നിർത്താറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിക്കളയുന്നത്. ഇതൊക്കെ വാട്ടർ ലില്ലി വെറൈറ്റീസാണ്. ഇതുപോലെ പായലൊക്കെ പിടിച്ച് കിടക്കുന്നത് നമ്മൾ മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും. ഈ ഒരു വെറൈറ്റിയുടെ പേര്, ഇതൊരു ലോട്ടസ് ആണ്. അമേരി കമേലിയ എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ലൊരു ബ്ലൂമറാണ്. ഒരുപാട് പൂ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. നമ്മൾ അതിന് വേണ്ടുന്നുള്ള മാനുവറൊക്കെ ഇട്ട് കൊടുത്താൽ, അതായത് ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ പൂവൊക്കെ അത്യാവശ്യം വലുതാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും കെയർ ചെയ്യാതെയാണ് ഇപ്പോഴും പൂവ് വിരിഞ്ഞൊക്കെ നിൽക്കുന്നത്. ഇതും വാട്ടർ ലില്ലിയാണ്. ഒരു ബിഗിനറിന് വളർത്താൻ പറ്റിയ ഒരു വാട്ടർ ലില്ലിയാണ് ആ ഒരു വൈറ്റ് കളറിലുള്ളത്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനൊക്കെ ചെയ്തു. എന്നെക്കൊണ്ട് കഴിയാവുന്നത് അത്രയും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ, സീ യു.